ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി, എന്നാ ഒന്ന് ശ്രമിച്ചു കളയാം. 44 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേട്ടതാണ്. ആ ഓർമ്മയിൽ നിന്ന് ഞാൻ എടുത്ത ഒരു കഥാപ്രസംഗമാണിത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. കേട്ടല്ലോ? ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് വീരാഭിമന്യു. നമുക്ക് അഭിമന്യുവിനെയും സുന്ദരിയെയും നമുക്ക് എല്ലാവർക്കും അറിയാം. അഭിമന്യു ആയ സുന്ദരിയുടെയും രുക്മിണിയുടെയും, അഭിമന്യു സുഭദ്രയുടെയും അർജുനന്റെയും മകനാണ്. സുന്ദരി രുക്മിണി ദേവിയുടെയും ശ്രീകൃഷ്ണന്റെയും മകളാണ്. ഇവരുടെ വിവാഹത്തെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ. ഒരു ദേവീ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കഥയിലേക്ക് കടക്കാം. വനത്തിൽ അയച്ചിരിക്കുകയാണ്. നമ്മുടെ സുഭദ്രയും രുക്മിണി ദേവിയും ഗർഭിണികളാണ്. ആ സമയത്ത് സ്ത്രീകൾക്ക് ഗർഭകാലത്ത് ചില വ്യാകുലങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇല്ല, എല്ലാവർക്കും അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം തോന്നാറുണ്ടല്ലോ. അത് പണ്ട് നമ്മുടെ സ്ത്രീകൾക്കുണ്ടായിരുന്ന ആഗ്രഹം അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ പച്ചരി തിന്നണം, പച്ചരി തിന്നണം, ഇന്നത്തെ കുട്ടികളിൽ വല്ലതും തിന്നോ? ഇന്നെല്ലാം ഫാസ്റ്റ് ഫുഡാണ്. പിസയും ബർഗറും തന്തൂരിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കുട്ടികൾക്ക് വേണ്ടത്.
രുക്മിണി ദേവിയും ശ്രീകൃഷ്ണനും ഭയങ്കര സന്തോഷമായി ഇവരെ കണ്ട് സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് അർജുനനും സുഭദ്രയും പോകാനായി കഴിഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അർജുന ഇന്ന് പോകണ്ട, ഇന്നിവിടെ കിടക്കുക, നാളെ പോയാൽ മതി. അപ്പൊ ശ്രീകൃഷ്ണൻ എന്ത് പറഞ്ഞാലും അർജുനൻ അനുസരിക്കുമല്ലോ. അപ്പോഴന്നവിടെ കിടക്കാൻ തീരുമാനിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും അടുത്തടുത്ത മുറികളിലാണ് കിടന്നിരുന്നത്. രാത്രിയിൽ ഭഗവാൻ അർജുനനോട് മഹാഭാരത യുദ്ധത്തെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുകയാണ്. അടുത്ത മുറിയിൽ നിന്ന് മൂളി കേൾക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. കൃഷ്ണൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ചക്രവ്യൂഹം നിർമ്മിച്ച് അതിൽ കയറുന്നത് വരെയുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, ഈ മൂളി കേൾക്കുന്നത് അർജുനനല്ല എന്നും സുഭദ്രയുടെ ഗർഭത്തിൽ കിടക്കുന്ന ശിശുവാണ്. കൃഷ്ണൻ ഭയന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഇവൻ നിസ്സാരക്കാരനല്ല. അമ്മാവനെ കൊന്ന് എന്നെ നാളെ ഇവൻ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം ശ്രീകൃഷ്ണന്റെ അമ്മാവനാണല്ലോ കംസൻ. അദ്ദേഹത്തെ ഭഗവാൻ കൊന്നു. അഭിമന്യുവിന്റെ അമ്മാവനാണ് ശ്രീകൃഷ്ണൻ. നാളെ അത് സംഭവിക്കുന്ന അദ്ദേഹത്തിന് ഒരു ഭയം തോന്നി. അത് കാരണം ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെയാണ് അഭിമന്യു ചക്രവ്യൂഹത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പൊ നേരം എടുത്തു പോകാനുള്ള അവര് തയ്യാറായി. നാഗോന്മാർ തമ്മിലൊരു കരാറുണ്ടാക്കി. നമ്മൾ പ്രസവിക്കുന്ന കുട്ടികൾ ആണും പെണ്ണും ആണെങ്കിൽ അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കണമെന്ന്. രാവിലെ യാത്ര പറഞ്ഞിറങ്ങി. അർജുനൻ തലേദിവസം രാത്രി നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഇവർ വനത്തിലെത്തി. മാസങ്ങൾ കടന്നുപോയി. രുക്മിണി ഒരു സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനും സുഭദ്ര സുന്ദരനായ ഒരു ആൺകുഞ്ഞിനും ജന്മം നൽകി. ദിവസങ്ങൾ പിന്നെയും കടന്നു. 28 പേരിടുന്ന ദിവസം വന്നു. അപ്പോഴ് പണ്ട് പേരിന് പഞ്ഞൊന്നുമില്ലല്ലോ. അന്ന് അറിഞ്ഞോ അറിയാതെയോ എല്ലാ വീടുകളിൽ നിന്നും ഈശ്വര നാമങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. കാരണം അന്ന് ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും പേരിട്ടിരുന്നത് ഈശ്വര നാമങ്ങളാണ്. ആൺകുട്ടിയാണെങ്കിൽ വാസുദേവനെന്നോ നാരായണെന്നോ കൃഷ്ണൻ, ഹരി, മുരളി എന്നൊക്കെയുള്ള പേരുകളാണ് ഇടുന്നത്. പെൺകുട്ടിയാണെങ്കിലോ പശ്വതി എന്നോ ലക്ഷ്മി എന്നോ ഗിരിജ, ജാനകി എന്നൊക്കെയാണ് പേരിടുന്നത്. ഈ കുട്ടികളുടെ വെളിയിലെ കളിക്കാനായിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ അവിടെ നിന്നുകൊണ്ട് വിളിക്കും, നാരായണ, ഗോവിന്ദ, ഭാസ്കര, മുരളി, ഗിരിജ, ലക്ഷ്മി, സരസ്വതി. പല പ്രാവശ്യവും ഒരു പ്രാവശ്യമോ വിളി അവിടെ എത്തുമെന്നല്ലേ നമ്മുടെ വിശ്വാസം. അങ്ങനെ ദിവസവും പല പ്രാവശ്യം ഈ നാമങ്ങൾ ഇങ്ങനെ പോയി വരികയാണ്. അതുകൊണ്ട് അന്ന് എന്തായാലും സംഭവിക്കുന്നത്, അധികം വീടുകളിൽ കച്ചവടയാണ്. വയറിനടിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനില്ലാത്ത ആളുകളുണ്ട്. എന്നാൽ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. ഒരു മക്കളും അച്ഛനെ അമ്മയും വെട്ടാൻ കത്തിയെത്തിയിരുന്നില്ല. ഇന്നത്തെ സ്ഥിതി അതാണോ? അല്ല. ഇന്ന് പേരിടുന്നത് നമ്മൾ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. എന്റെ കുഞ്ഞിന് പേരിടാൻ 2 അക്ഷരമുള്ള പേരൊന്നും പറഞ്ഞു തരാമോ? ഇന്ന് ഈ 2 അക്ഷരമുള്ള പേര് പണ്ടത്തെ പേരിനൊന്നുമില്ലേ? ഉണ്ട്. എന്നാൽ ഇന്ന് അതല്ല. അവനവന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള പേര് വേണം ഇന്നിടാൻ കുട്ടികൾക്ക്. അവന്റെ നാമങ്ങളൊന്നും ആർക്കും വേണ്ട. അഥവാ പഠിച്ചാൽ കൊട്ടാത്ത പേരുകളാണ്. നമ്മുടെ അപ്പുറമൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ കുട്ടികളുടെ പേര്. എന്നാൽ നമ്മുടെ രുക്മിണി ദേവിക്കും സുഭദ്രയ്ക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. രുക്മിണി തന്റെ മകൾക്ക് സുന്ദരി എന്നും സുഭദ്ര തന്റെ മകന് അഭിമന്യു എന്നും പേര്. കുട്ടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് രണ്ട് അമ്മമാരും മകളോട് പറയും, കേട്ടോ, ശരി കേട്ടോ. കുട്ടികളോട് അമ്മമാർ പറഞ്ഞു കൊടുക്കും. സുന്ദരിയോട് പറയും, അഭിമന്യുവാണ് നീ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും അഭിമന്യോട് പറയും, സുന്ദരിയാണ് നീ വിവാഹം കഴിക്കേണ്ടത്. ഇവര് വളർന്നതോടുകൂടി ഇവരുടെ ആഗ്രഹങ്ങളും വളർന്നു വന്നു. രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലായി. വിവാഹപ്രായമെത്തി. ദ്വാരകയിൽ സുന്ദരിയുടെ വിവാഹം ബലരാമൻ ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും അദ്ദേഹം അഭിമന്യുവിനെ കൊണ്ട് സുന്ദരിയെ വിവാഹം കഴിപ്പിക്കില്ല. കാരണം അവർ വനത്തിലാണ് താമസം. അവർക്ക് രാജ്യമോ
സൈന്യമോ ഒന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം വിവാഹാലോചന നടത്തി. അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് അദ്ദേഹത്തിന്റെ അന്വേഷിക്കനായ ദുര്യോധനനെ ലക്ഷ്മണകുമാരനെ കൊണ്ട് സുന്ദരിയെ വിവാഹം കഴിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അഭിമന്യുവിന് ദുര്യോധനെ തട്ടിക്കൊണ്ടുകൊണ്ടുവാണ്. ദുര്യോധന്റെ കഥകിട്ടി അദ്ദേഹം അത് വായിച്ചു. അതിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഉത്തമ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ശരിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സുന്ദരിയുടെ അവസ്ഥയിൽ നോക്കാം. അവൾ ഭക്ഷണം കഴിക്കാതെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് അഭിമന്യുവിനെ മാത്രം ഓർത്തങ്ങനെ ഇരിക്കുകയാണ്. അവൾ വിചാരിച്ചു, എങ്ങനെയാണ് അഭിമന്യുവിനെ വിവരം അറിയിക്കുന്നത്? അപ്പോഴാണ് അക്രൂരന്റെ കാര്യം അവൾ ഓർമ്മ വന്നത്. അക്രൂരൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കേടാലിയും വിശ്വസ്ത സേവകനുമാണ്. അവൾ പെട്ടെന്ന് ഒരു കത്തെഴുതി ദ്വാരകയിലേക്ക് കഴിഞ്ഞു. ഉദ്യാനത്തിൽ കൂടി വരികയാണ്. അക്രൂരൻ തന്റെ ജോലികളെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാനായി പോകുന്ന സമയം അദ്ദേഹം നോക്കി, ഉദ്യാനത്തിൽ കൂടി ആരോ ഒരാൾ വരുന്നുണ്ടല്ലോ, ആരാണ് ഈ സമയത്ത്? അദ്ദേഹം വീണ്ടും നോക്കി, ആരത്? ഏതൊരു സ്ത്രീരൂപമാണ്. അത് അടുത്ത് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അത് സുന്ദരിയാണ്. അദ്ദേഹം ചോദിച്ചു, എന്താ കുഞ്ഞെ, നീ ഈ സമയത്ത് എന്താണ് വന്നത്? അങ്ങനെ രക്ഷിക്കണം. ആ ദുഷ്ടനായ ലക്ഷ്മണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ അഭിമന്യുവിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കത്ത് അഭിമന്യുവിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ രക്ഷിക്കണം. ഞാൻ മരിച്ചു വരും. സുന്ദരിയെ സമാധാനിപ്പിച്ച് അദ്ദേഹം പോകാനായിട്ട് തയ്യാറാക്കി പോകാൻ തുടങ്ങിയാണ്. ഒരു കാഞ്ചനമണി മയരേഖമേറി വെള്ളക്കൂടി അദ്ദേഹത്തിന് അവരെ കണ്ടിട്ട്
കളയുന്നു. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്, എന്നാടായിരുന്നു പൊന്നുമിനെ കൂടാതെ നാട്ടാരെ ഓടി ഏതോ സ്വന്തം നിരക്കിലുള്ള എന്തോ വരുന്നത്, ഏതോ സമ്രാട്ടന്മാരുടെ വീടാണ്, എല്ലാവരും ഓടി വരണേ പറയാണ്. എല്ലാവരും ഓടി വന്നു. അപ്പോഴത്തേക്കും അക്രൂരൻ വളരെ ദൂരം പിന്നിട്ട് കഴിഞ്ഞു. അദ്ദേഹം ദ്വൈതവനത്തിലെത്തി അഭിമന്യുവിനെ കണ്ടു. അഭിമന്യു ചോദിച്ചു, അങ്ങ് എന്താണ് ഈ സമയത്ത് ദ്വാരകയിൽ, എന്തെങ്കിലും വിശേഷമുണ്ടോ? അദ്ദേഹം കത്ത് അഭിമന്യുവിന്റെ കയ്യിൽ കൊടുത്തു. അഭിമന്യു അത് തുറന്നു വായിച്ചു. അതിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഞാൻ ചെറുപ്പത്തിൽ തന്നെ ചെറിയ സമയം പ്രായത്തിൽ തൊട്ട് ഞാൻ എന്റെ ഭർത്താവായി തന്നെ മരിച്ചു കഴിഞ്ഞാണ്. ആ ദുഷ്ടനായ ലക്ഷ്മണകുമാരനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ കഴിയാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങ് വന്ന് എന്നെ രക്ഷിക്കണം. അതാണ് കത്തിൽ എഴുതിയത്. അഭിമന്യു ആ കത്ത് വാങ്ങിച്ചു വായിച്ചു. ഉടൻ തന്നെ എന്നെ മറുപടി എഴുതി അക്രൂരന്റെ കയ്യിൽ കൊടുത്തു. അക്രൂരൻ ആ കത്തുമായി അതിവേഗം ദ്വാരകയിലെത്തി സുന്ദരിയുടെ കയ്യിൽ ആ കത്ത് കൊടുത്തു. സുന്ദരി ആ കത്ത് വായിച്ചു. അതിലെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ഞാൻ വരാം നാടത്തെ പന്തലിലെ, ഞാൻ വരാം എതിരാളികളോടെ ഉള്ളടക്കം. നാളെ ഞാൻ എന്നെ വേടിക്കാൻ അവിടെ എത്തിയിരിക്കും. ശ്രീകൃഷ്ണന്റെ മരുമകനായിട്ട് ഞാൻ കൗരവരെയെല്ലാം അറിഞ്ഞ് കതിർമണ്ഡപത്തിൽ കയറി ഞാൻ നിനക്ക് താനും. അവൾക്ക് സന്തോഷമായി. കാരണം അഭിമന്യു പറഞ്ഞ പോലെ തന്നെ ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ അഭിമന്യു യാത്രയാകാൻ പോവുകയാണ്. അമ്മയുടെ അടുക്കൽ ചെന്ന് അമ്മയുടെ അനുമതിയും അനുഗ്രഹവും വാങ്ങി. അമ്മയുടെ അടുത്ത് ചെന്നു. കാര്യങ്ങളെല്ലാം അമ്മയെ ധരിപ്പിച്ചു. ആ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. കാരണം മകൻ ഒറ്റയ്ക്കാണ് പോകേണ്ടത്. അർജുനൻ അവിടെ ഇല്ല. ദേവലോകത്ത് ഇന്ദ്രന്റെ ക്ഷണമനുസരിച്ച് ദേവാശ്രയിച്ച് നടക്കുകയാണ്. അർജുനൻ അവിടെ പോയിരിക്കുകയാണ്. മറ്റുള്ള ആരും തന്നെ അവിടെ ഇല്ല. അഭിമന്യുവിനവിടെ കാത്തു നിൽക്കാനുള്ള സമയവുമില്ല. അപ്പൊ അമ്മ പറഞ്ഞു, മകനെ, നീ നേരിടാൻ പോകുന്നത് ചില്ലറക്കാരല്ല, കൗരവരോടാണ്. അമ്മയ്ക്ക് ഭയമാണ്. അപ്പോൾ അഭിമന്യു അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ പോയി നാളെ രാത്രിയിൽ അത്താഴം ഉണ്ണാൻ സുന്ദരിയുമായിട്ട് അമ്മയുടെ അടുത്ത് എത്തിയിരിക്കും. അമ്മ മനസ്സോടെ ആ മകനെ യാത്ര അയക്കുകയാണ്. അദ്ദേഹം വളരെ വേഗത്തിൽ തേരോടിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ ചെറിയ സമയത്ത് സുന്ദരിയുമായിട്ട് അദ്ദേഹം വന്നിട്ട സമയം മണ്ണപ്പം ചുട്ട് കളിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ടതും വടക്കിട്ടതും ഒക്കെ ഓർത്തിങ്ങനെ പോവുകയാണ്. അന്നു ചന്ദന
അതേപടി ഓർത്ത് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. കുറെ ദൂരം സഞ്ചരിച്ചു. അദ്ദേഹത്തിന് ക്ഷീണം തോന്നി. എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നി. അദ്ദേഹം പേരിൽ നിന്നും താഴെ വലിയ പാറ, ആ പാറമേൽ സ്വല്പസമയം വിശ്രമിക്കാമെന്ന് കരുതി അതിലോട്ട് കിടന്നു. അറിയാതെ അദ്ദേഹം പ്രേമിച്ചു. ഒരു വലിയൊരു അട്ടഹാസം കേട്ടുകൊണ്ടാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി. അജാനുബാഹുവായ ഒരു രാക്ഷസൻ അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹം ഭയന്നുപോയി. യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് ഭയമില്ല. പക്ഷെ ഇവനോട് ഏറ്റുമുട്ടാൻ അദ്ദേഹത്തിന് ആ രാക്ഷസൻ പറഞ്ഞു, നിന്നെ ഞാൻ രക്ഷിക്കാൻ പോവുകയാണ്. അവൻ തന്നെ പറഞ്ഞു, എനിക്ക് ഈ സമയത്ത് ദേവീ പൂജയുണ്ട്, ഞാൻ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നെ ഭക്ഷിച്ചോളൂ. അദ്ദേഹം അടുത്ത് കണ്ട പുഴയിലേക്ക് ഇറങ്ങി ഈറനായി നിന്ന് ജഗദമ്പെ പ്രാർത്ഥിക്കുകയാണ്. ദേവി പ്രത്യക്ഷപ്പെട്ട് ഒരു വാൾ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ ഈ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഈ വാളുമായിട്ട് പോയിക്കൊള്ളു. അദ്ദേഹം വാളുമായിട്ട് ചെന്ന് രാക്ഷസനെ യുദ്ധത്തിന് ക്ഷണിച്ചു. രാക്ഷസൻ വിചാരിച്ചു, മനുഷ്യർ എന്നെ കണ്ടാൽ ഓടിപ്പോവുകയാണ് പതിവ്, മനുഷ്യനെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ തിന്നുകയാണ് പതിവ്. ഇതെന്താണ്? ഇവൻ നിസാരക്കാരനല്ല, ഇവൻ എന്നെ യുദ്ധത്തിന് വിളിക്കുന്നു. അദ്ദേഹത്തിന് ദേഷ്യമായി. മലയും അങ്ങനെ അലറിക്കൊണ്ട് അമ്മ ആരെടുത്ത് അദ്ദേഹത്തെ അടിച്ചു. അമ്മ കൊടുത്ത വാളുകൊണ്ട് അദ്ദേഹം അതെല്ലാം പൊളിച്ചു. അവസാനം മരം പിടിച്ച് അദ്ദേഹത്തെ അടിക്കുകയാണ്. അങ്ങനെ ഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ആരും നോക്കുന്ന മട്ടില്ല. രാക്ഷസൻ തോന്നി, ഇവനോട് യുദ്ധം ചെയ്താൽ ഞാൻ ജയിക്കുകയില്ല, അതുകൊണ്ട് ഇവൻ ആരാണ് എന്ന് എനിക്ക് അറിയണം. അദ്ദേഹം ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അഭിമന്യു പറഞ്ഞു, യോധനം ചെയ്യുമ്പോഴാണോടാ കേൾക്കുന്നു യോഗ്യത യുദ്ധം ചെയ്യുമ്പോഴാണോ നീ പേരും വീടും വീട്ടുകാരും ഒക്കെ ചോദിക്കുന്നത്? നീ ആണിന്റെ കുലത്തിൽ പിറന്നവനാണെങ്കിൽ വരൂ, എന്നോട് യുദ്ധം ചെയ്യും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്തുകൊണ്ടോ എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. മഴവില്ലിൻ പൊന്നൊളി നെയ്യാർന്ന ബാല കനിവുണ്ട് നിന്നിലെനിക്കാനുകൂലം. മഴവില്ലിൻ പൊന്നൊളി നെയ്യാർന്ന ബാല കനിവുണ്ട് നിന്നിലെനിക്കാനുകൂലം. അതുകൊണ്ട് ഞാൻ പറയാം എന്റെ പേരും മഴവില്ലിനേക്കാൾ ശോഭയേറിയ നിന്നെ കണ്ടിട്ട് എനിക്ക് എന്തോ നിന്നോട് സ്നേഹം തോന്നുന്നുണ്ട്. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് നിന്നോട് പറയാം, നിനക്കത് പ്രയോജനപ്പെട്ടേ. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, വിജയവീര ചൈതമാർന്ന സോമവംശം പ്രബലോലിന്യമാൻ പ്രതീമരാജൻ. വിജയവീര ചൈതമാർന്ന സോമവംശം പ്രബലോലിന്യമാൻ പ്രതീമരാജൻ. തനയനാടിനിത്തിടും വിരമ്മകന്നെ
ഇത്രയും കേട്ടപ്പോഴേക്കും അഭിമന്യു താഴെ വെച്ച് ഓടിച്ചെന്ന് ജ്യേഷ്ഠ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആരാണ് കുഞ്ഞെ നീ? ഞാനും അതേ വംശത്തിൽ പിറന്ന അർജുനന്റെ മകൻ അഭിമന്യുവാണ്. ഏട്ടാ ജ്യേഷ്ഠ അനുജ എന്ന വിളികളോടുകൂടി അദ്ദേഹം അഭിമന്യുവിനെ പൊക്കിയെടുത്ത് തന്റെ തോളിലിരുത്തി അമ്മയുടെ അടുത്തേക്ക് ഓടുകയാണ്. അമ്മേ അമ്മേ അമ്മേ, എനിക്കൊരു അനുജനെ കിട്ടി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഇതൊക്കെ അറിയേക്ക് വെളിയിൽ വന്നു. അവൾ നോക്കി, ഞാൻ എന്താണ് ഈ കാണുന്നത്? മകന്റെ തോളത്ത് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? മനുഷ്യനെ കണ്ടാൽ അവൻ അപ്പോഴേ ഭക്ഷിക്കുന്നതാണ്. അടുത്തു വന്നു, അഭിമന്യുവിനെ താഴെ നിർത്തി. അമ്മ ചോദിച്ചു, ഇതാരാണ്? പറഞ്ഞു, അമ്മ ഇതെന്റെ അനുജനാണ്, എന്റെ കൊച്ചച്ഛന്റെ മകനാണ്. അച്ഛൻ കൊച്ചച്ഛന്റെ മകൻ അഭിമന്യുവാണ്. ആ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അമ്മയും കൂടി അകത്തേക്ക് പോയി. പണ്ട് നടന്ന കാര്യങ്ങൾ അമ്മ അഭിമന്യുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ടോരോ ഭീമച്ചൻ ഇവിടെ വന്നോ കുഞ്ഞെ, ഇവിടെ അവര് പാണ്ഡവന്മാരൊക്കെ എവിടെയാണ് മോനെ? അഭിമന്യു പറഞ്ഞു, നാടോടിക്കണം എന്നു നിനക്കു തൂത്തുകടിക്കാൻ ചെന്നു വിളിച്ചു. കള്ളച്ചോദിൽ അച്ഛന്മാരെ കാട്ടിലയച്ചോ ദുര്യോധനം. സത്യം പാലിക്കാൻ വാഴുന്നു. തോൽപ്പിച്ച് വനത്തിൽ അയച്ചിരിക്കുകയാണ്. അവരുടെ സത്യം പാലിക്കാൻ വേണ്ടി ഇന്നും വനത്തിൽ തന്നെ കഴിയുകയാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, ഭീമനുണ്ടോ എന്നും എല്ലാവർക്കും വേറെ വേറെ ഭാര്യമാരുണ്ടെങ്കിലും പാഞ്ചാലി ഇന്നും 5 പേരുടെയും ഭാര്യയായിട്ടിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സമയം പോകുന്നു. പോകാൻ എത്രയും വേഗം ദ്വാരകയിൽ എത്തണം. അപ്പൊ അമ്മയോട് പറഞ്ഞു, ദേവി
ചെന്നില്ലെങ്കിൽ അവൾ മരിക്കും. അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം പോകണം. അമ്മ ചോദിക്കും